പ്രൊമോ വന്നപ്പോൾ എൻ്റെ ഡയറക്ടറും എല്ലാ പ്രൊഡ്യൂസർ ഡയറക്ടറും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കര മലയാളം ഫാൻസ് ആണല്ലേ, നമ്മുടെ ഈ പ്രൊമോയില് ഫുൾ മലയാളം കോമന്റ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ജാനിക്കുട്ടി ജാനിക്കുട്ടീനെ തമിഴിലേക്ക് പോകണം എന്നോ ഒരു തമിഴ് സീരിയൽ ചെയ്യണം എന്നോ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആ ഒരു ഇൻസ്റ്റൻസിൽ ചെയ്ത ഒരു കാര്യം, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്ത ഒരു കാര്യമാണ് ആ പ്രോജക്റ്റ്. അവിടെ പോയപ്പോൾ ശരിക്കും ഇറ്റ് ടുക്ക് ലൈക്ക് കുറച്ച് ടൈം എടുത്തു എനിക്ക് അതുമായിട്ടൊന്ന് കോപ്പ് ചെയ്യാം. ബിക്കോസ് ഞാൻ മലയാളിയല്ലേ, അപ്പൊ അതൊരു തമിഴാണ്, അപ്പൊ ഫുൾ തമിഴിയൻസ് ആണ്, അപ്പൊ ലാംഗ്വേജും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. ലൈക്ക് വെരി സ്ട്രേഞ്ച്. ലൈക്ക് ആ ഒരു ഇനീഷ്യൽ ഡേയ്സ് ഒക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആയിരുന്നു. അപ്പോ എന്നിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ അവിടെ പോയിട്ട് അവർക്ക് എന്റെ മലയാളം എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല, ഞാൻ ചെയ്ത വർക്ക്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ അല്ലാണ്ട് അറിയില്ല. അപ്പൊ എന്റെ ഫസ്റ്റ് ആ പ്രോജക്ട് ലോഞ്ച് ആയിട്ട് എന്റെ പ്രൊമോ വന്നപ്പോ എന്റെ ഡയറക്ടറും എല്ലാ പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കര മലയാളം ഫാൻസ് ആണല്ലേ, നമ്മുടെ ഈ പ്രൊമോയില് ഫുൾ മലയാളം കോമന്റ്സ് മാത്രമേ ഉള്ളൂ. എല്ലാരും ജാനിക്കുട്ടി ജാനിക്കുട്ടി ഫുൾ മലയാളം കോമന്റ്സ്. ഐ ജസ്റ്റ് ഫീൽ സോ ഹാപ്പി. ആ മലയാളം കോമന്റ്സ് അല്ലേ എന്റെ ഇതിൽ വരുന്ന കമന്റ്സ് ആവുമ്പോ ഐ ജസ്റ്റ് ഫീൽ സോ എന്റെ മലയാളീസ്, എന്റെ ആൾക്കാർ, എന്റെ ഫാമിലി മെമ്പേഴ്സ്, ആ ഒരു ഫീൽ ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ അത്രയും ആക്ടിങ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, ടു ബി ഓണസ്റ്റ്. അപ്പോ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എനിക്ക് മൂവി ചെയ്യണം, അങ്ങനെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കെൻ്റെ സ്റ്റഡീസും ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ദിസ് വാസ് ആക്ച്വലി ഫൈൻ. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത കോളേജും ഇതെല്ലാം കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐ വാസ് ലൈക്ക് ഓക്കെ വിത്ത് ഇറ്റ്. കോളേജ് ലൈഫ് മിസ് ചെയ്യണ്ടോ? only got 1 year. ഇല്ല, നോട്ട് അറ്റ് ഓൾ. എനിക്ക് അവിടെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഫ്രണ്ട് പോലും ഇല്ല. അത് ആക്ച്വലി എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ബോയ്സ് മാത്രമേ ഉള്ളൂ. ഐ ആം ദ ഓൺലി ഗേൾ. അപ്പൊ യു ക്യാൻ ഇമാജിൻ അല്ലേ, എനിക്ക് ഫ്രണ്ട്സേ ഇല്ല ബേസിക്കലി അവിടെ. അതുകൊണ്ട് അവിടെ പോകണം അല്ലെങ്കിൽ ആ മിസ്സിങ് ആ ഒരു ഇതൊന്നും ഇല്ല. But still you എങ്ങനെയാണ് ചെന്നൈയിൽ how you used to spend your days? എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു? I'll go for movies. I'll go watch movies. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അതെ, എല്ലാ ഡേയും ചുമ്മാ I'll go to Palazzo അല്ലെങ്കിൽ ഫോറം വിജയ മോൾ, അങ്ങനെ ഏതെങ്കിലും മോളിലൊക്കെ പോയിട്ട് I'll go watch. I'm just happy with me time. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും I'll be happy. അപ്പൊ ഞാൻ മൂവീസ് കാണാൻ പോകും, അച്ഛനുണ്ടെങ്കിൽ അച്ഛനും ഞാനും മൂവീസ് കാണാൻ പോകും, അങ്ങനെ. അല്ലെങ്കിൽ ഷൂട്ട് ഉണ്ടാവും, നമുക്ക് ഒരു 90% ഓഫ് ദ ടൈം ഷൂട്ട് ഉണ്ടാവും. ആൻഡ് ലൈക്ക് ഞാൻ അപ്പൊ പറയും, എന്റെ ആദ്യത്തെ ഷെഡ്യൂൾ വന്നിട്ട് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു, ഡേയ്സേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ജയിലിൽ നിന്ന് പെരോൾ കിട്ടിയിട്ട് നമ്മള് വീട്ടിലേക്ക് ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ വരുന്ന പോലെ ആയിരുന്നു ഞാൻ ആക്ച്വലി കേരളത്തിലേക്ക് വരുന്നത്. ഭയങ്കര റയർ ആയിട്ട് ഒരു 2 days or 3 days കിട്ടും, എന്നിട്ട് തിരിച്ച് ചെന്നൈക്ക് വരികയും ചെയ്യും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആണോ? അല്ല, അത്രയും ആക്റ്റീവ് അല്ല. ഐ ഡോണ്ട് നോ, ഞാൻ അത്രയും ആക്റ്റീവ് അല്ല, എനിക്ക് തന്നെ അറിയില്ല. സംടൈംസ് ഞാൻ തന്നെ ഇത് ചോദിക്കാറുണ്ട്, ഞാൻ എന്താ അങ്ങനെ. ഇപ്പൊ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണല്ലോ. അതെ, പക്ഷെ ഞാൻ എന്റെ മുന്നത്തെ ഇന്റർവ്യൂസിനോ പിന്നെ നമ്മളുടെ ചാനൽ തന്നെ നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഫോട്ടോസ് എന്താ ഇടാത്ത, പോസ്റ്റ് ചെയ്യാത്ത, എന്താ ഹീറോന്റെ കൂടെ എന്ത് റീൽസ് ചെയ്ത് ഇടാത്ത, ലൈക് ഫോർ പ്രൊമോഷൻ വി ഹാവ് ടു ഡു ദാറ്റ് അല്ലേ, എന്താ ഒന്നും ചെയ്യാത്ത, ലൈക് റീൽസ് ചെയ്യുന്ന. ഐ ഡോണ്ട് നോ, ഞാൻ അത്രയും സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതല്ല.